ഉദുമയിൽ വിശ്രമജീവിതം നയിക്കുന്ന കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ കെ.എ. ഗഫൂറിനെ കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചു. മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് സി.എച്ച്. കുഞ്ഞമ്പുവാണ് വീട്ടിലെത്തി വിശിഷ്ടാംഗത്വം സമ്മാനിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. കാർട്ടൂൺ ചിത്രകലാരംഗത്ത് നൽകിയ മഹത്തായ സംഭാവനകൾ കണക്കിലെടുത്താണ് കേരള കാർട്ടൂൺ അക്കാദമി കെ.എ. ഗഫൂറിന് സവിശേഷമായ വിശിഷ്ടാംഗത്വം നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് സി.എച്ച്. കുഞ്ഞമ്പുവാണ് കാർട്ടൂൺ അക്കാദമിക്ക് വേണ്ടി വീട്ടിലെത്തി വിശിഷ്ടാംഗത്വം സമ്മാനിച്ചത്. തനിക്ക് 2 കാമുകിമാരുണ്ടായിരുന്നുവെന്നും അതിലൊന്ന് ബാല്യകാലസഖിയും മറ്റൊന്ന് മുറപ്പെണ്ണുമായിരുന്നുവെന്നും കെ.എ. ഗഫൂർ പറഞ്ഞു. ബാല്യകാലസഖി സാഹിത്യവും മുറപ്പെണ്ണ് കാർട്ടൂണുമാണ്. സാഹിത്യത്തിൽ തൽപരനായിരുന്ന തന്നെ കാർട്ടൂണിസ്റ്റാക്കിയത് എം.ടി. വാസുദേവൻ നായരാണെന്നും ഗഫൂർ മാസ്റ്റർ വ്യക്തമാക്കി. ഞാൻ ആഗ്രഹിച്ചത് കലാകൃത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2 ഇതായിട്ടായിരുന്നു. ഒന്നും സാധാരണ ബാല്യകാലസഖി, മറ്റൊരു മറപ്പെണ്ണിന് കൂടുതൽ ഇഷ്ടം ബാല്യകാലസഖിയോടായിരുന്നു. പക്ഷേ മറപ്പെണ്ണിന് കെട്ടാൻ യോഗമുണ്ടായതും നിർബന്ധിച്ചതും എം.ടിയാണ്. കഥയുമായിട്ടാണ് എം.ടി ചെയ്യാൻ പോകുന്നത്. കഥ വാങ്ങി വെച്ച് വരയ്ക്കാൻ പോകുന്നു. പരിപാടിയിൽ കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ്, അക്കാദമി ട്രഷറർ പി.യു. നൌഷാദ്, കാർട്ടൂണിസ്റ്റ് ടി.എം. അൻവർ സാദത്ത് തളങ്കര, അരവിന്ദ് പയ്യന്നൂർ, മുജീബ് അഹമ്മദ്, കെ.എ. ഗഫൂറിന്റെ സഹോദരനും ഉദുമ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ.എ. മുഹമ്മദ് അലി, കെ. സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 1940 ജൂലൈ 2 ഉദുമ 4 വാതുക്കലിലെ കെ.എം. അബ്ദുറഹ്മാൻ ആസിമ ദമ്പതികളുടെ മകനായാണ് കെ.എ. ഗഫൂറിന്റെ ജനനം. ഉദുമയിലും ബേക്കലിലുമായി സ്കൂൾ പഠനവും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനവും പൂർത്തിയാക്കി. പിന്നീട് ചിത്രകല പഠിച്ച് കേരള സർക്കാരിന്റെ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് നേടി. ചുരുങ്ങിയ കാലം ബോംബെയിലും ജോലി ചെയ്തിരുന്നു. തുടർന്ന് 1960 മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2 വർഷക്കാലം ചിത്രകലാ അധ്യാപകനായും ജോലി ചെയ്തു. 5 വർഷക്കാലം കോഴിക്കോട് ബേപ്പൂർ ഹൈസ്കൂളിലും ചിത്രകലാ അധ്യാപകനായി. ഈ കാലയളവിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അയൽക്കാരനാകാനുള്ള നിയോഗവും ലഭിച്ചു. കോഴിക്കോട്ടെ ജീവിതകാലത്താണ് കാർട്ടൂൺ രംഗത്ത് സജീവമായത്. 1968 നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നു. 1995 ഉദുമ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ് എന്നീ വിശേഷണങ്ങൾ കെ.എ. ഗഫൂർ എന്ന കലാകാരനെ മലയാളക്കരയിൽ പ്രശസ്തനാക്കി. മണ്ണുണ്ണി, മാന്ത്രികക്കട്ടിൽ, പറക്കും തൂവാല, ഹറാം മൂസ തുടങ്ങിയ ചിത്രകഥാ പരമ്പരകളുടെ സ്രഷ്ടാവ് കൂടിയാണ്. മാതൃഭൂമി, ചന്ദ്രിക ആഴ്ചപ്പതിപ്പുകളിൽ കഥകൾ എഴുതിയാണ് കെ.എ. ഗഫൂർ തന്റെ രചനകൾ ആരംഭിച്ചത്. 1964 മാതൃഭൂമിയിൽ ആയിഷു കുഞ്ഞിമ എന്ന കഥ പ്രസിദ്ധീകരിച്ചതോടെ ഗഫൂർ ശ്രദ്ധേയനായി. ഈ കഥ ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ BA മലയാളത്തിൽ പാഠഭാഗമാണ്. ഗഫൂർ രചിച്ച 20ഓളം കഥകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ ചിത്രകഥയായ മനുഷ്യൻ എഴുതിയ അതേ വർഷം തന്നെ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നു. തുടർന്നുള്ള 1 വർഷക്കാലം കാർട്ടൂണുകളും ചിത്രകഥകളും ചിത്രീകരണ വരയും എഴുത്തുമായി കെ.എ. ഗഫൂർ കേരളത്തിലെ ആനുകാലികങ്ങളിൽ നിറഞ്ഞു നിന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.